ജോർജ്, ഈ ജി സുധാകരന്റെ പിന്നിലുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വലിയ ചോദ്യങ്ങളുണ്ട്. ജി സുധാകരൻ ഈ എച്ച് സലാമിനെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ജി സുധാകരന്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത് ഒരിക്കലും അത് കോൺഗ്രസോ UDF ഒന്നുമല്ല, മറിച്ച് SDPI ആണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ഒക്കെ കാണാൻ കഴിയും. ഇന്നലെ നമ്മൾ പറഞ്ഞു, ജി സുധാകരന്റെ പ്രശ്നം പാർട്ടിക്കകത്തുള്ള ഒരു അവഗണന ഒന്നും അങ്ങനെയുള്ളതൊന്നും അത് ഒരു അടിത്തറയില്ലെന്ന് ഇതിനോട് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. എത്ര തന്ത്രശാലിയാണ് ഈ മനുഷ്യൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജി സുധാകരന്റെ സ്വപ്നങ്ങൾ പൊലിയാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ SDPIയും ജി സുധാകരനും തമ്മിലുള്ള ഒരു ബാന്ധവം അത് നാളുകളിൽ UDF ഒരു ബാധ്യതയായിട്ട് മാറും. ജോർജ്, നമസ്കാരം. നമസ്കാരം. ജോർജ്, ഈ ജി സുധാകരന്റെ പിന്നിലുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വലിയ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ UDF ജി സുധാകരനുമായിട്ട് ചർച്ചയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള എതിർപ്പുകളാണ് UDFനകത്തുനിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ A ഷുക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സീറ്റിന് വേണ്ടിയിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഷുക്കൂറിന് അരൂര് കൊടുത്തതിന് ശേഷം ഷാനിമോൾ ഉസ്മാന് സീറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജി സുധാകരൻ ഈ എച്ച് സലാമിനെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് അദ്ദേഹം പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ വേണ്ടി വയ്യ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ജി സുധാകരന്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത് ഒരിക്കലും അത് കോൺഗ്രസോ UDF ഒന്നുമല്ല, മറിച്ച് SDPI ആണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം എച്ച് സലാമിനെ അവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് മതേതരത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നല്ല ഒന്നാന്തരം ഒരു മതേതരവാദിയാണ് എച്ച് സലാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എച്ച് സലാമിനെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ഈ ജി സുധാകരൻ നടത്തുന്ന ഈ പ്രചരണങ്ങൾ അത് എന്തെങ്കിലും തരത്തിൽ വില പോകുമോ? ജി സുധാകരന്റെ പ്രശ്നം പാർട്ടിക്കകത്തുള്ള ഒരു അവഗണന ഒന്നും അങ്ങനെയുള്ളതൊന്നും അത് ഒരു അടിത്തറയില്ലെന്ന് ഇതിനോട് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. കാരണം മന്ത്രിസ്ഥാനം, MLA സ്ഥാനം, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം, അങ്ങനെ പാർട്ടിയിൽ കിട്ടാവുന്ന ഇതിൽ മുകളിൽ കിട്ടാവുന്ന ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനമാണ്. അതിന് താഴെയുള്ള എല്ലാ സ്ഥാനങ്ങളിലേക്കും വന്നു. പക്ഷെ അതുകൊണ്ട് ആ ഒരു അവഗണന എന്നുള്ളൊരു പോയിന്റ് അവിടെ യോജിച്ചു പോകുന്നില്ല. മറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആലപ്പുഴയിലുള്ള CPM നേതാക്കളുമായിട്ടുള്ള പുള്ളിക്കുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം വ്യക്തമാണെന്ന് വെച്ചാൽ, ജി സുധാകരൻ്റെ ഒരു PA ഉണ്ടായിരുന്നു. ഈ PA അവിടെ അടുത്ത ഈ CPM തന്നെ നിയന്ത്രണത്തിൽ തന്നെയുള്ള ഒരു സ്കൂളിലെ ജീവനക്കാരിയാണ്. ആ സ്കൂളിലെ ജീവനക്കാരിയെ തെറി പറഞ്ഞതിൻ്റെ പേരിൽ ജി സുധാകരനെതിരെ പരാതി വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു പരാതിയല്ലേ? അത് പാർട്ടിക്കാരെങ്കിലും പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ജി സുധാകരൻ്റെ PA വേണമെങ്കിൽ ജി സുധാകരനെ തെറി പറയാം, പക്ഷേ ജി സുധാകരൻ്റെ PAയുടെ ഭാര്യയെ തെറി പറയാനായിട്ട് ഇദ്ദേഹത്തിന് എന്താ അധികാരമുള്ളത്? കാരണം അത് ഒരു സ്ത്രീവിരുദ്ധ നിലപാട് കൂടിയിട്ടില്ല. ആരെ വേണമെങ്കിലും തനിക്ക് തെറി പറയാം. ആള് ദേശീയക്കാരനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൂടാണ്ട് തന്നെ ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ട പോലെ ഒരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, ചില ആളുകൾ, അതായത് AM ആരിഫിനാണ് ഉദ്ദേശിച്ചത്, എൻ്റെ വീടിനടുത്തുള്ള ഹോട്ടലിൽ വന്ന് റൂം എടുക്കുകയും എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്തു. അത് AM ആരിഫ് MP ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ജി സുധാകരൻ ഉന്നയിച്ച ഒരു ആരോപണമാണ് ഇതെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ജി സുധാകരനെ സംബന്ധിച്ചിട്ട് ജി സുധാകരന്റെ മനസ്സിലുള്ളത് ഒരു മാടമ്പിത്തരമാണ്, അല്ലെങ്കിൽ ഒരു നായർ ആഢ്യത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ യോജിക്കുന്നു? അല്ല, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ഒക്കെ കാണാൻ കഴിയും. ഇന്നലെ നമ്മൾ പറഞ്ഞു, പാർട്ടിയിൽ സ്ഥാനമാനങ്ങളിൽ നിന്നും അദ്ദേഹം സ്വയം ഒഴിഞ്ഞ് ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിനോടാണ് ആ ബ്രാഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അവിടുത്തെ ചില അത് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ബ്രാഞ്ചിൽ അദ്ദേഹം ഉൾപ്പെടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതും അതാണ്. കാരണം ഇടയ്ക്കുള്ള ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ കമ്മിറ്റിയിലോ കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നുള്ളത്. അതിന് അദ്ദേഹത്തിന് പറ്റിയ ആളുകളെ, ഒത്തിരി ധൈഷണികമായിട്ടും ഉയർന്ന ചിന്തയും കാര്യങ്ങളൊക്കെ വേറെ തലത്തിൽ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തി ഒരു ബ്രാഞ്ച് രൂപീകരിക്കുകയാണ്. അപ്പോൾ അവിടെ പോലും അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാനാവാതെ പോകുമ്പോൾ ഈ തൻപ്രമാണിത്വവും ഈ പ്രശ്നവും, നമ്മൾ ഇന്നലെ പറഞ്ഞു, ഈ വയസ്സായതിൻ്റെ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റാത്ത. ഇത് കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജി സുധാകരൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം, ഈ പത്രസമ്മേളനത്തിൽ CPMകാരായിട്ടുള്ള ആരെയും വേദനിപ്പിക്കാതെ ഒരു രക്തസാക്ഷി പരിവേഷം അണിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ എച്ച് സലാം ഒരു വർഗീയവാദിയാണ് എന്ന് പറയുന്നതും ഇതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ SDPIയുടെ പിന്തുണ തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് ജി സുധാകരന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല, എത്ര തന്ത്രശാലിയാണ് ഈ മനുഷ്യൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം വളരെ സൗമ്യമായി
ഞാൻ കോൺഗ്രസിലേക്ക് പോകുന്നില്ല, ഞാൻ UDF-ലേക്കും പോകുന്നില്ല, ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല, എന്നാൽ ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കും. ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ആരെങ്കിലും ചുവരെഴുതിയാൽ ഞാൻ അവരെ തടയില്ല. ജി സുധാകരന് വേണ്ടി ചുവരെഴുതാൻ പോകുന്നത് ആരാണ്? UDF അല്ലേ ചുവരെഴുതാൻ വേണ്ടി പോകുന്നത്. അത് തടയാൻ വേണ്ടിയിട്ട് ജി സുധാകരന് സാധിച്ചിട്ടില്ല എങ്കിൽ ആണും പെണ്ണും കെട്ട നിലപാടായി പോകൂലേ തീർച്ചയായിട്ടും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ട് നമ്മളെ അടിക്കൂലേ? അല്ല, ഇതിനകത്ത് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വേറൊരു കാര്യത്തോട് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഭുവനേശ്വരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം KSU എന്ന വാക്ക് സംഘടനയുടെ പേര് മനഃപൂർവ്വം തന്നെ വളരെ ആലോചിച്ചുറച്ച് ഒഴിവാക്കിയ DSUവും കുറെ ആളുകളും ചേർന്ന് എന്നുള്ളൊരു രീതിയിലേക്ക്. അന്ന് NDPയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു NDP. ശരിക്കും പറഞ്ഞാൽ UDF-ന്റെ ഘടകകക്ഷിയെ. അതൊന്ന്. രണ്ടാമതൊരു കാര്യം, ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്നവരും അതിനെക്കുറിച്ച് അടുത്തറിയാവുന്നവരുമായ പല ആളുകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ ഇന്ന് ആ സംഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അവർ എഴുതിയിരിക്കുന്നത് പറഞ്ഞു. അതായത് ഈ DSUക്കാരും KSUക്കാരും കൂടെ ചേർന്ന് തന്നെയാണ് ആക്രമണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യം സൈക്കിൾ ചെയിൻ കൊണ്ട് തലക്കടിച്ച് കണ്ണ് അടിച്ച് പൊട്ടിച്ചു. കണ്ണടിച്ച് പൊട്ടിച്ച അദ്ദേഹത്തെ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് അദ്ദേഹം ഓടിക്കയറി അധ്യാപകരടക്കം വരുമ്പോഴും ഈ KSUക്കാർ പിന്നാലെ ചെന്ന് അദ്ദേഹത്തിൻ്റെ തല ഭിത്തിയിലോട്ട് ചേർത്ത് അടിക്കുകയും അങ്ങനെ ഗുരുതരമായ പരിക്ക് പറ്റിയാണ് അദ്ദേഹം മരിക്കുക. പക്ഷേ അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അത് സ്വന്തം സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തെ പോലും ഒറ്റ കൊടുത്തുകൊണ്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ആഞ്ഞലിത്തടി വെട്ടിയിട്ടാണ് ഭുവനേന്ദ്രൻ്റെ കേസ് നടത്തിയത് എന്നാണ്, പാർട്ടി പൈസയൊന്നും തന്നില്ല എന്നൊക്കെയുള്ള നിലപാടുകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, CPM അനുഭാവികളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഒരു രക്തസാക്ഷി പരിവേഷം ചമഞ്ഞ് അവരുടെ വോട്ടുകൾ കൂടി നേടുക, പിന്നെ UDF-ന്റെ വോട്ടുകൾ കൂടി നേടുക. കാരണം ഒന്നെങ്കിൽ UDF-ലേക്ക് പോവുകയാണെങ്കിൽ പുള്ളി UDF ആണ് എന്നും പറഞ്ഞുകൊണ്ട് മത്സരിക്കട്ടെ. തീർച്ചയായിട്ടും അതല്ല എന്റെ ഒരു മര്യാദ കാണിക്കണം, അതിനുള്ള തന്റെ ഇടവും കാണിക്കണം. അപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ SDP-കാരുടെ വോട്ട് കിട്ടത്തില്ല. UDF-ന് അനുകൂലമായിട്ടാണ് ജി സുധാകരൻ പോകുന്നതെങ്കിൽ SDP-കാരുടെ വോട്ട് കിട്ടത്തില്ല എന്ന് ജി സുധാകരൻ അറിയാം. പക്ഷെ ഒരു കാര്യം സിവിൽ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇന്നലെ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഈ സമയം വരെ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രീതിയിലുള്ള അനുഭാവപൂർണമായ ഒരു പ്രതികാരം അല്ല പൊതുസമൂഹത്തിൽ. അങ്ങനെ പറയരുത്. PK ശശി മറ്റേ പുള്ളിയും PK ശശി കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും സമാന സ്വഭാവക്കാരാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. പിന്നെ അത് കൂടാണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. മറ്റേ AN രാജുംബാബു JSS-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് ജി സുധാകരനെ കാണുന്നുണ്ട്. ജി സുധാകരനെ കണ്ടതിന് ശേഷം ജി സുധാകരനെ JSS-ന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നുണ്ട്. അതായത് രാജംബാബു സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ഈ പറഞ്ഞ ജി സുധാകരനെ സംസ്ഥാന സെക്രട്ടറി JSS-ന്റെ, അതായത് പഴയ JSS-നെ അതിൻ്റെ ഒരു പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ അതിനോട് എത്രത്തോളം അനുകൂലമായ ഒരു സമീപനമാണ് ജി സുധാകരൻ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ JSS-ന്റെ ഭാഗമായിട്ട് ആരൊക്കെ വരും? PK ശശി കൂടി വരും, ഇങ്ങനെ കുറെ ആളുകൾ വരും. ഈ സമാന ചിന്താഗതിക്കാരാണ്, സമാന സ്വഭാവക്കാരാണ്. N രാജംബാബു സാറൊന്നും അങ്ങനത്തെ ഒരിക്കലും അതല്ല. പക്ഷെ സമാന ചിന്താഗതിക്കാരായ ആളുകൾ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വന്നുകൂടായികയില്ല. പക്ഷെ ഇതിനകത്ത് വരുന്നൊരു ഇത് നമ്മൾ ഇപ്പൊ ഈ വലിയ പ്രതികരണം, ഇപ്പൊ MV രാഘവൻ പാർട്ടി വിട്ടു പോയപ്പോൾ വലിയ പ്രതികരണം ഉണ്ടായി, കുറെ ആളുകൾ പോകാനുണ്ടായി, വലിയൊരു ഇത് പോയി. അതുപോലെ തന്നെ KR ഗൗരിയമ്മ പോകുമ്പോൾ അവരൊക്കെ വലിയ ചലനം പാർട്ടിക്കകത്ത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നീട് അവർ നിഷ്പ്രഭമായി എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. പക്ഷെ ആ കാലത്ത് ഇപ്പോൾ MVRൻ്റെ കാലത്ത് എടുക്കുകയാണെങ്കിൽ ഒരു നിലപാടിൻ്റെ അദ്ദേഹം കൊണ്ടെന്ന് വെച്ചാൽ ആശയത്തിൻ്റെ അത് പരാജയപ്പെടുന്നു, പാർട്ടിക്കകത്ത് വേറെ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോകുന്നു. ഗൗരിയമ്മയും സമാനമായൊരു സാഹചര്യത്തിലൂടെ പോകുന്നു. പക്ഷേ ഇവർക്കൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് കുറേ പേരെങ്കിലും അടർത്തിക്കൊണ്ടുപോയി ഒരു സംവിധാനത്തിലേക്ക് മാറാൻ കഴിഞ്ഞിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു അംഗീകാരവും, മറിച്ച് ഒരു വളരെ മോശം ഒരു വ്യക്തി പ്രതിച്ഛായയിലേക്ക് പെയിന്റ് ചെയ്യപ്പെടുകയാണ് സുധാകരൻ ചെയ്തത്. വളരെ ഗൗരിയമ്മയുടെയൊക്കെ വിഷയത്തിൽ ഒരു കാരണമുണ്ടായിരുന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണമുണ്ട്, വ്യക്തമായ കാര്യത്തിൽ ഒരു കാരണമുണ്ട്. പക്ഷെ ജി സുധാകരന്റെ കാര്യത്തിൽ എന്ത് കാരണമാണുള്ളത്? അതാണ് പ്രശ്നം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ MV ഗോവിന്ദൻ മാസ്റ്റർ ചിരിച്ചു അല്ലെങ്കിൽ മിണ്ടിയില്ല എന്നൊക്കെ പറയുന്നതാണോ ഒരു കാരണം? നമ്മൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം, MV രാഘവൻ പാർട്ടിയിൽ നിന്ന് പോകുന്നത് വരെ അദ്ദേഹം MLA ആയിരുന്നു, പക്ഷെ ഒരിക്കൽ പോലും മന്ത്രിയായിരുന്നില്ല. അദ്ദേഹം മന്ത്രിയാവുന്നത് തന്നെ പാർട്ടിയിൽ നിന്ന് പോയിട്ട് കരുണാകരൻ മന്ത്രിസഭയിലാണെന്ന് ആരോപിക്കണം. അതേസമയത്ത് CPM എന്ന പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് 2 ടേമിൽ മന്ത്രിയാവുകയും പാർട്ടിയിൽ കിട്ടാവുന്ന
തനിക്ക് അർഹതയ്ക്കും കഴിവിനും അനുസരിച്ച് പ്രവർത്തന പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാവുന്ന എല്ലാ സ്ഥാനങ്ങളും നേടിക്കഴിഞ്ഞിട്ട് പോകുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു വർഗവഞ്ചന തന്നെയാണെന്ന് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും വിലയിരുത്തും. മാത്രമല്ല പൊതുസമൂഹത്തിലും ആ ഒരു വിലയിരുത്തലുണ്ട് എന്നാണ് ഇന്ന് നമുക്കുള്ള പ്രതികരണങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. നമുക്ക് അവസാനിപ്പിക്കുന്ന സമയത്ത് പറയാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള വർഗീയവാദി എന്ന് പറയുന്നത് ജി സുധാകരൻ തന്നെയാണ്. ജി സുധാകരനാണ് ഇപ്പോൾ ഒരു മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെല്ലാം വർഗീയവാദികളാണ് എന്ന് ജി സുധാകരൻ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കാരണം അത് മാടമ്പിത്തരത്തിന്റെ ലക്ഷണമല്ലേ അത്? അതാണ് വ്യക്തിപരമായ വിരോധം. ഈ ആലപ്പുഴ ജില്ലയ്ക്കകത്തെ പല വളർന്നു വരുന്ന നേതാക്കന്മാരെയും നിലവിലെ നേതാക്കന്മാരെയും ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഈ വ്യാഖ്യാനങ്ങളിലേക്ക് അദ്ദേഹം. അതുകൂടാണ്ട് ഇതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം SDPI ഇവിടെ ഭയങ്കരമായിട്ട് വളർച്ച നേടിയിരുന്നു. അതൊന്നും സൂചിപ്പിച്ചു കൊടുത്തതാ, അറിയാതെ വായിൽ നിന്നൊന്നും സൂചിപ്പിച്ചു കൊടുത്തതാ. അതിന്റെ ഭീഷണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SDPI ഇവിടെ വളർന്നു. ഇനി ആ SDPIയുടെയും UDFിൻ്റെയും കൂടെ വോട്ട് ആയിക്കഴിഞ്ഞാൽ താനും വിജയിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതൊക്കെയാലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, അമ്പലപ്പുഴക്കാർ അത്ര വിഡ്ഢികളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. അവരൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജി സുധാകരൻ്റെ സ്വപ്നങ്ങൾ പൊലിയാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ SDPIയും ജി സുധാകരനും തമ്മിലുള്ള ഒരു ബാന്ധവം അത് നാളുകളിൽ UDFന് ഒരു ബാധ്യതയായിട്ട് മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.